إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യാന്വേഷികളായ വിശ്വാസികളെ വിശ്വാസിനികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിലുടനീളം സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിതം ക്രമപ്പെടുത്തണമേ എന്ന് എന്നെ മറക്കാതെ എല്ലാ ഓരോരുത്തരോടും അതീവ ഗൗരവത്തോടുകൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും കൽപ്പനകളുമെല്ലാം കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുകയും മരണാനന്തര ജീവിതത്തിൽ നാളെ റബ്ബിനെ കണ്ടുമുട്ടുന്ന സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എവരെയും ഉൾപ്പെടുത്തുകയും സ്വർഗത്തിൽ നമ്മെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. ശാരീരിക്കാൻ പ്രയാസമില്ലാത്ത ആളുകളൊക്കെ ഒന്ന് സ്വപ്പ് പൂർത്തീകരിച്ചിരിക്കാം. സ്വപ്പ് ഗ്യാപ്പില്ലാതെ ഇടതൂർന്നിരിക്കാം. ശാരീരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ അവിടെ തന്നെ ഇരിക്കുക, ചാടിയുന്നവർക്ക് പ്രശ്നം. അല്ലാത്ത ആളുകൾ കയറി അതെല്ലാ ജുമുഅക്കും അങ്ങനെ നമ്മൾ ഒരു ശീലാക്കി എടുക്കണം. എല്ലാ ആഴ്ച ഇങ്ങനെ പറയുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തനുസരിച്ച് ഇന്ന് നോമ്പ് നോറ്റവരാണ് നമ്മളിൽ മഹാഭൂരിപക്ഷ ആളുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മം സ്വീകരിക്കുമാറാകട്ടെ. ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഹജ്ജിന്റെ ഏറ്റവും സുപ്രധാനമായ കർമ്മങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. യാതൊരു പ്രയാസങ്ങളുമില്ലാതെ ഹജ്ജ് പൂർത്തീകരിക്കുവാനും മബ്റൂറായ ഹജ്ജ് ചെയ്ത് സ്വന്തം നാട്ടിലേക്ക് കുടുംബത്തിലേക്ക്
തിരിച്ചു വരുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാണ്. ഹാജിമാർ ഇന്നലെ അറഫയിൽ സമ്മേളിക്കുകയുണ്ടായി. നമ്മളെല്ലാം അറഫ പ്രസംഗങ്ങൾ ലൈവായി വീക്ഷിച്ച ആളുകളാണ്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് അറഫയാണ്. അറഫയിൽ നിന്നാൽ ഹജ്ജ് ലഭിച്ചു എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അറഫയുടെ മഹത്വം, ധാരാളം മഹത്വങ്ങൾ അറഫയ്ക്കുണ്ട്. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചതാണ്. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, قال ما من يوم أكثر من أن يعتق الله في عبدا من النار من يوم عرفة. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരടിമയെ നരകത്തിൽ നിന്നും മോചിപ്പിക്കാൻ ഏറെ ഇടയുള്ള, സാധ്യതയുള്ള ദിവസമാണ് അറഫ എന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ നരകമോചനം നൽകുന്ന ദിനം കൂടിയാണ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, فإنه ليدور ثم يباهي بهم الملائكة فيقول ما أراد هؤلاء. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് അറഫയിൽ സംഗമിക്കുന്ന ആളുകളെ കുറിച്ച് പ്രശംസിച്ച് പറയുമെന്നാണ്. അവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മലക്കുകളോട് അറഫയിൽ സംഗമിച്ച ആളുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയും ചെയ്യുമെന്ന് ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസിൽ കാണാൻ സാധിക്കും. മാത്രമല്ല ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിന്ന് വന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ തആല യുബാഹി മലായികത അശ്യത അറഫതൻ ബിഅഹ്ലി അറഫത യഖൂലു. അറഫയിൽ സമ്മേളിച്ച ആ ആളുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വൈകുന്നേരം അഭിമാനത്തോട് മലക്കുകളോട് പറയും, ഉൻദുറു ഇലാ ഇബാദി ഉതൂനി ഷഹ്സൻ ഗബറൻ. എന്റെ ദാസന്മാർ എന്റെ വിളിക്കുത്തരമേകിക്കൊണ്ട് ഇതാ വന്നിരിക്കുന്നു, നിങ്ങളത് നോക്കൂ എന്ന് മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്നാണ്. ഇങ്ങനെ ധാരാളം മേന്മകൾ അറഫക്കുണ്ട് എന്നത് നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചതാണ്. ആ അറഫയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഖുതുബ എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ 10-ാം വർഷം ദുൽഖഅദ മാസം 25-ന് ശനിയാഴ്ച ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും ഹജ്ജ് കർമ്മത്തിന് വേണ്ടി മദീനയിൽ നിന്ന് മക്കയിലേക്ക് പുറപ്പെടുകയാണ്. ആ അറഫയുടെ സമീപത്ത് നമിറ എന്ന സ്ഥലത്ത് നിർമ്മിക്കപ്പെട്ട തമ്പിൽ വെച്ചാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉച്ചവരെ കഴിച്ചു കൂട്ടിയത്. എന്നിട്ട് ളുഹറിന്റെ സമയമായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ ഒരു ഒട്ടകപ്പുറത്ത് കയറി ബത്നുൽ വാദി എന്ന സ്ഥലത്ത്, ഇന്ന് അറഫയുടെ പള്ളി നിർമ്മിക്കപ്പെട്ട ആ സ്ഥലത്ത്, ആ പ്രസിദ്ധമായ, ചരിത്രപ്രസിദ്ധമായ ആ സ്ഥലത്ത് വെച്ചാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുത്ബത്തുൽ വിദാ, വിടവാങ്ങൽ പ്രസംഗം നിർവഹിച്ചത്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുത്ബ കേൾക്കാൻ അന്ന് പ്രവാചകനോടൊപ്പം
1,00,000-ൽ പരം ആളുകൾ ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. പ്രവാചകന്റെ കൂടെ 1,00,000 സഹാബികൾ അന്ന് ഹജ്ജ് നിർവഹിച്ചതായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാം. ആ അറഫ പ്രസംഗത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും പരമപ്രധാനമായ മനുഷ്യാവകാശ നിയമങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിക്കുകയുണ്ടായി. ആ പ്രവാചകന്റെ അറഫയിലെ പ്രസംഗത്തിന്റെ ഏതാനും അധ്യാപനങ്ങൾ ആ വിടവാങ്ങൽ പ്രസംഗത്തിലെ വിവിധ പരമ്പരകളിലൂടെ വ്യത്യസ്തമായ ഹദീസ് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. ഒന്നാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിടവാങ്ങൽ പ്രസംഗം എന്നത് സൂചിപ്പിക്കുന്നത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിടവാങ്ങലാണ്, പ്രവാചകന്റെ മരണമാണ്. അതുകൊണ്ട് അത് അറിയിക്കുന്നത്. അല്ലാഹു റസൂലിന്റെ ഖുത്ബ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: അയ്യുഹന്നാസ്, ഹേ മനുഷ്യരെ, അയ്യുഹന്നാസ് ഇസ്മഉ മിന്നി അബൈന ലക്കും ഫഇന്നി ലാ അദ്രി ലഅല്ല ലാ അൽഖാകും ബഅദ ആമിൻ ഹാദാ ഫീ മൗഖിഫി ഹാദാ. മനുഷ്യരെ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ കൊല്ലത്തെ ഹജ്ജിന് ശേഷം ഈ സ്ഥലത്ത് വെച്ച് ഇനി നിങ്ങളെ കാണാൻ സാധിക്കുമോ എന്ന് എനിക്കറിയുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെയും ആദ്യത്തെയും ഹജ്ജായിരുന്നു ഈ ഹജ്ജ് എന്നതാണ്. ആ സൂചന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയപ്പോൾ തന്നെ പ്രവാചകന്റെ മുന്നിലിരിക്കുന്ന സ്വഹാബികൾക്ക്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള പ്രഗൽഭരായ സ്വഹാബികൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ വിട്ട് പിരിഞ്ഞു പോവുകയാണ് എന്ന സൂചന അവർക്ക് ലഭിക്കുകയുണ്ടായി. മാത്രമല്ല, അടുത്ത ഹജ്ജിന് മുമ്പ് പ്രവാചകൻ ഇനി ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല എന്ന് പ്രവാചകൻ പറയുകയും പിന്നീട് അടുത്ത വർഷമായപ്പോഴേക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞു പോയതാണ് കാണാൻ സാധിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: യാ അയ്യുഹന്നാസ് ഖുദൂ അന്നി മനാസികകും. ഈ മനുഷ്യരെ, ഞാൻ എങ്ങനെയാണ് ഹജ്ജ് ചെയ്ത് കാണിച്ചു തന്നത് അതേ പ്രകാരം നിങ്ങൾ ഹജ്ജ് ചെയ്യണം. ലാ അദ്രി ലഅല്ലി ലാ അഹുജ്ജു ബഅദ ആമി ഹാദാ. എനിക്കറിയില്ല, അടുത്ത കൊല്ലം ഈ ഒരു ഹജ്ജിന് നിങ്ങളെ കൂടെ ഈ ഒരു പ്രദേശത്ത് ഞാൻ ഉണ്ടാകുമോ എന്ന് എനിക്കറിയുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. മാത്രമല്ല, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നസ്ർ, ആ സൂറത്തുൻ നസ്റിന്റെ അവതരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണമാണ്, പ്രവാചകൻ വിട പറഞ്ഞു പോവുകയാണ് എന്നതിന്റെ സൂചനയായിരുന്നു എന്നാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം: ഖാല ഉൻസിലത് ഹാദിഹി സൂറ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔസത അയ്യാം التشريق فعرف أنه الوداع. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തെ കുറിച്ചുള്ള വൃത്താന്തമാണ് ഈ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന സൂറത്തുൻ നസ്ർ എന്നാണ് മുഫസ്സിരീങ്ങൾ പഠിപ്പിച്ചതായി കാണാൻ സാധിക്കുന്നത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തിനാണോ ഈ ഭൂമിയിലേക്ക് പ്രവാചകൻ വന്നത്, എന്ത് ദൗത്യത്തിന് വേണ്ടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്, ആ ദൗത്യം പൂർത്തീകരിച്ചിരിക്കുന്നു. ഇനി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണമാണ് എന്ന് ആ സൂറത്ത് ഇറങ്ങിയതിലൂടെ സ്വഹാബികൾ മനസ്സിലാക്കുകയാണ്. പ്രിയമുള്ളവരെ, മരണമെന്നത് അത് ഏത് സമയവും നമ്മെ തേടി വരാം. മരണം, ആ മരണത്തെ നമ്മളും മുഖാമുഖം കാണുന്ന സമയമുണ്ട്. അതുകൊണ്ട് മരണത്തെക്കുറിച്ച് ആലോചിക്കുകയും മരണം അത് വിദൂരമല്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതം കടന്നു പോകേണ്ടത്. ഏതൊരു തിന്മ ചെയ്യുമ്പോഴും ഏതൊരു തോന്നിവാസത്തിലേക്ക് കടന്നു പോകുമ്പോഴും വൃത്തികേടുകളും അനാവശ്യ പ്രവർത്തനങ്ങളും സംസാരിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും കാണുമ്പോഴും കേൾക്കുമ്പോഴുമെല്ലാം നമ്മുടെ ചിന്ത അതായിരിക്കണം, മരണമുണ്ട്, അത് ഏത് നിമിഷവും കടന്നു വരാം. ഞാനൊരു തോന്നിവാസത്തിലും ഹറാമിലും ആയിരിക്കുന്ന സമയത്താണ് എന്റെ മരണമെങ്കിൽ സഹോദരങ്ങളെ എന്തായിരിക്കും അവസ്ഥ? അതേ രീതിയിലായിരിക്കും നാളെ പരലോകത്ത് റബ്ബിന്റെ മുന്നിൽ നമ്മെ കൊണ്ടുവരിക എന്നതാണ്. അതുകൊണ്ട് എപ്പോഴും നന്മയിലായിരിക്കാൻ, ആരും കാണുന്നില്ലെങ്കിലും എന്നെ ആരും വീക്ഷിക്കുന്നില്ലെങ്കിലും എന്റെ റബ്ബ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന ആ ഒരു ചിന്തയിൽ നന്മയോട് കൂടിയായി പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. മരണം ഒരു വിളിപ്പാടകല നമ്മുടെ കൂടെയുണ്ട് എന്ന ആ ഒരു ബോധത്തോടു കൂടിയായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. രണ്ടാമതായി സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബയിൽ പറഞ്ഞതായി കാണാം, രക്തവും ധനവും അഭിമാനവും അത് പവിത്രമാണ്. മനുഷ്യരുടെ ജീവൻ അത് ഏറെ പവിത്രമാണ്. അത് ആദരിക്കേണ്ടതാണ്. അത് സകല മനുഷ്യരുടെയും ജീവന് തുല്യ പ്രാധാന്യമുണ്ട്. ജാതി മതവർഗ വർണ്ണ വൈജാത്യങ്ങളില്ലാതെ എല്ലാ മനുഷ്യരും ഒരുപോലെയാണ്, തുല്യരാണ് എന്നാണ്. അത് പണക്കാരനെന്നോ പണിക്കാരനെന്നോ കറുത്തവനെന്നോ വെളുത്തവനെന്നോ എന്നില്ല. എല്ലാ മനുഷ്യരും തുല്യരാണ് എന്നതാണ്. അവരുടെ രക്തത്തിന്, അവരുടെ ധനത്തിന്, അവരുടെ അഭിമാനത്തിന് ഇതെല്ലാം പവിത്രതയുണ്ട് എന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം എന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിടവാങ്ങൽ പ്രസംഗത്തിൽ ഊന്നി പറഞ്ഞ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിടവാങ്ങൽ പ്രവാചകനെ നമ്മൾ ഇപ്രകാരം കാണാം, ഇന്നി ഷഹീദു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഹജ്ജത്തിൽ വിദാഇ വഹുവ യഖൂലു അയ്യു യൗമിൻ ഹാദാ ഖാല الناس യൗമ നഹരി ഖാല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളുടെ ഈ നാളിനും ഈ മാസത്തിനും ഈ ദിനത്തിനും എപ്രകാരം നിങ്ങൾക്ക് ആദരവ് കൽപ്പിക്കുന്നുവോ അതുപോലെ നിങ്ങളുടെ ദിമാഅക്കും വഅംവാലക്കും വഅറദക്കും ഹറാമുൻ അലൈക്കും ഗുർഫത്തിൻ യൗമിക്കും ഹാദാ ഫീ ശഹരിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ യൗമ തൽഖാഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അതേ പ്രകാരം ഇന്നത്തെ ദിവസം, ഈ അറഫ ദിവസത്തിന് എത്ര പ്രാധാന്യമുണ്ടോ, ഈ നാടിന് എത്ര പ്രാധാന്യമുണ്ടോ, ഈ കഅബയ്ക്ക് എത്ര പ്രാധാന്യമുണ്ടോ, അതേപോലെ അല്ല അതിനേക്കാളും നിങ്ങളുടെ ശരീരത്തിന്, നിങ്ങളുടെ അഭിമാനത്തിന്, നിങ്ങളുടെ രക്തത്തിന് എല്ലാം പവിത്രതയുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളുടെയും അഭിമാനം കവർന്നെടുക്കാൻ പാടില്ല, ഒരാളെയും അന്യായമായി വധിക്കാൻ പാടില്ല, ഒരാളുടെയും ധനം അത് കവർന്നെടുക്കാൻ പാടില്ല. അതെല്ലാം നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്യായമായി ഒരാളെയും വധിക്കാൻ പാടില്ല, രക്തം ചിന്താൻ പാടില്ല. ഇസ്ലാം അതിന് അനുവാദം നൽകുന്നില്ല. ഒരു യഥാർത്ഥ മുസ്ലിം, ഒരു യഥാർത്ഥ ഇസ്ലാമായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ അവനൊരിക്കലും വർഗീയത കൊണ്ട് നടക്കാൻ സാധിക്കുകയില്ല. ഒരാളെയും ഒരു ചെറിയ ആയുധമെടുത്ത് പോലും
ഭയപ്പെടുത്താൻ പോലും പാടില്ല എന്നതാണ്. മറ്റൊരാൾക്ക് നേരെ ആയുധം ചൂണ്ടുന്നത് വരെ കുറ്റമാണ് എന്നാണ് ഇസ്ലാമിന്റെ അധ്യാപനം. ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ ഈ ഒരു സുന്ദരമായ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടുന്ന ബാധ്യത പ്രിയമുള്ളവരെ നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഇസ്ലാം സുന്ദരമായ മതമാണ്. ഒരാളെയും ആക്രമിക്കാൻ പറഞ്ഞിട്ടില്ല, ഒരാളെയും കയ്യേറ്റം ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ഭീകരവാദ പ്രവർത്തനങ്ങളും തീവ്രവാദ പ്രവർത്തനങ്ങളും ഇസ്ലാമിന് അന്യമാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ ഇസ്ലാമിന്റെ പേര് വെച്ചുകൊണ്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ് എന്നതാണ് പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ആ ഒരു സന്ദേശം ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ച ആളുകളിലേക്ക് പ്രിയമുള്ളവരെ എത്തിച്ചു കൊടുക്കേണ്ടുന്ന ബാധ്യത ഏറ്റെടുക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും എന്നത് ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. മാത്രമല്ല നിങ്ങളെല്ലാവരും ഒരു മനുഷ്യനിൽ നിന്നാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യാ അയ്യുഹന്നാസ്, ഹേ ജനങ്ങളെ, അലാ ഇന്ന റബ്ബക്കും വാഹിദ്, നിങ്ങളുടെ റബ്ബ് ഏകനാണ്, നിങ്ങളുടെ റബ്ബ് ഒന്നാണ്. വ ഇന്ന അബാക്കും വാഹിദ്, നിങ്ങളുടെ പിതാവ് ഒന്നാണ്, നിങ്ങളുടെ പിതാവ് ആദമിൽ നിന്നാണ് നിങ്ങൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ അലാ, നിങ്ങളറിയണം, ലാ ഫദ്ല, ഒരാൾക്കും ശ്രേഷ്ഠതയില്ല, ഒരാൾക്കും മറ്റൊരാളെക്കാളും ഉന്നതനല്ല, ഒരാളും മറ്റൊരാളെക്കാളും ശ്രേഷ്ഠവാനല്ല. ലിഅറബിയൻ അലാ അജമിയൻ, അറബിക്ക് അനറബിയേക്കാളും ഒരു പദവിയുമില്ല. വലാ ലിഅജമിയൻ അലാ അറബിയൻ, ഒരു അനറബിക്ക് അറബിയേക്കാളും ഒരു പദവിയുമില്ല. വലാ അഹ്മറ അലാ അസ്വദ വലാ അസ്വദ അലാ അഹ്മറ, വെളുത്തവന് കറുത്തവനേക്കാളും കറുത്തവന് വെളുത്തവനേക്കാളും യാതൊരു ശ്രേഷ്ഠതയുമില്ല, ഒരു മേന്മയുമില്ല, ഒരു പദവിയുമില്ല എന്നാണ്. ഇല്ലാ ബിത്തഖ്വ, തഖ്വ കൊണ്ടല്ലാതെ. തഖ്വയുണ്ടോ അവർക്ക് മാത്രമാണ് നാളെ റബ്ബിന്റെ മുന്നിൽ ഫളിലുള്ളത്, ശ്രേഷ്ഠതയുള്ളത്. അത് ഒരുപക്ഷെ കറുത്തവനേക്കാളും കറുത്തവനെ ആയിരിക്കാം, അറബിയേക്കാളും അനർബിക്കായിരിക്കാം. അങ്ങനെ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചവരാണോ അവർക്ക് മാത്രമാണ് റബ്ബിന്റെ മുന്നിൽ ശ്രേഷ്ഠതയുള്ളത്. ധനമുള്ളവന് അല്ലാഹുവിന്റെ മുന്നിൽ ശ്രേഷ്ഠതയില്ല. ധനമില്ലാത്തവനായിരിക്കാം, ഒരുപക്ഷെ അവരെക്കാളും ശ്രേഷ്ഠത തഖ്വയുണ്ട് എങ്കിൽ. തഖ്വയുണ്ടോ? ധനമുണ്ടെങ്കിൽ പണമുണ്ടെങ്കിൽ ശ്രേഷ്ഠതയുണ്ട്. തഖ്വയുണ്ടോ? വെളുത്തവനാണോ? ശ്രേഷ്ഠതയുണ്ട്. തഖ്വയുണ്ടോ? കറുത്തവനാണോ? ശ്രേഷ്ഠതയുണ്ട് എന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചതായി കാണാൻ സാധിക്കുന്നത്. മൂന്നാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജാഹിലിയത്തിലെ തിന്മകൾ നിങ്ങൾ ഒഴിവാക്കണം. ജാഹിലിയ കാലം എന്താണ് എന്ന് നമ്മൾ അറിയണം, പഠിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്ന ആ കാലഘട്ടം ഏത് കാലഘട്ടമായിരുന്നു? ഇരുണ്ട കാലഘട്ടമാണ് എന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വെച്ചത്. എല്ലാ തോന്നിവാസങ്ങളും വൃത്തികേടുകളും നിറഞ്ഞു നിന്നിരുന്ന ഒരു സമൂഹം. ആ സമൂഹത്തിലുള്ള തിന്മകൾ നിങ്ങളിൽ ഉണ്ടാകരുത് എന്നാണ്. ഒന്നാമതായി ശിർക്കുണ്ടാകരുത്. അതാണ് ഏറ്റവും വലിയ പാപം. ആ പാപം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതാണ് ഹജ്ജിന്റെ സന്ദേശം. ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്, റബ്ബേ നിനക്ക് യാതൊരു ശരീക്കുമില്ല, യാതൊരു പങ്കുകാരുമില്ല എന്ന ആ പ്രഖ്യാപനമാണ്. അതുകൊണ്ട് ആ ശിർക്ക് നമ്മുടെ ജീവിതത്തിൽ കടന്നു പോരാൻ പാടില്ല. അതുപോലെ തന്നെ വിശ്വാസികൾ, അനാചാരങ്ങൾ, തോന്നിവാസങ്ങൾ, വ്യഭിചാരങ്ങൾ, ലഹരി വസ്തുക്കൾ, ഇങ്ങനെയുള്ള ഏതെല്ലാം തിന്മകളുണ്ടോ ഈ തിന്മകളൊന്നും തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മാത്രമല്ല അല്ലാഹു റസൂൽ പിന്നെ പറഞ്ഞു, പലിശ എന്ന ഗൗരവമേറിയ കാര്യം അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്നാണ്. അജ്ഞാനകാലത്തെ പലിശ ഇടപാടുകൾ ഞാനിതാ ദുർബലമാക്കിയിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ ഹജ്ജത്തുൽ വിദാഉൽ ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുന്ന തൊട്ട് മുമ്പ് വരെ സ്വഹാബികൾ പലിശയിൽ ഏർപ്പെട്ടിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. പ്രവാചകന്റെ പിതൃവ്യൻ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്
പലിശക്കാരനായിരുന്നു, പലിശ കൊടുത്തിരുന്ന ആളായിരുന്നു. അദ്ദേഹത്തിന് ധാരാളക്കണക്കിന് പൈസ ഇനത്തിൽ പണം ലഭിക്കാറുണ്ടായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനിതാ ദുർബലപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്റെ പിതൃവൻ അബ്ബാസിന് കിട്ടുവാനുള്ള പലിശ മുഴുവനുമില്ല, അത് ദുർബലമാക്കിയിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കാൻ. കുടുംബത്തിൽ നിന്ന് തന്നെ. സഹോദരങ്ങളെ, ഇന്ന് എന്താണ് നമ്മുടെ അവസ്ഥ? പലിശ പല മേഖലകളിലും നമ്മൾ പലരെയും പിടികൂടിയിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അറിഞ്ഞും അറിയാതെയും പല രീതിയിൽ പല പേരിൽ പലിശയുമായി ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്ന ആളുകൾ വീട് വെക്കാൻ, വാഹനം വാങ്ങാൻ, കച്ചവടം തുടങ്ങാൻ, വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വീട്ടിലേക്കുള്ള ഉപകരണങ്ങൾ വാങ്ങാൻ തുടങ്ങി എല്ലാ മേഖലകളിലും ഇന്ന് പലിശയുമായി ബന്ധപ്പെട്ട അവസ്ഥയിലല്ലേ നമ്മളൊക്കെ ഉള്ളത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരോധിച്ച ആ പലിശ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതുമായി ഒരു ചെറിയ ബന്ധം പോലും ഉണ്ടാകരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പലിശയുമായി അതിന്റെ ഏറ്റവും ചെറിയ അംശമെന്നത്, പലിശയുടെ ഏറ്റവും ചെറിയ അംശമെന്നത് നമുക്ക് ആലോചിക്കാൻ പറ്റുമോ സഹോദരങ്ങളെ? നമ്മുടെ ഉമ്മയെ നമ്മൾ വ്യഭിചരിക്കുന്നതിന് തുല്യമാണ് എന്ന, നമ്മളെ 10 മാസം ചുമന്ന് നടന്ന് ഗർഭം ധരിച്ച് നമ്മെ പ്രസവിച്ച നമ്മുടെ പോറ്റുമ്മയെ നമ്മൾ വ്യഭിചരിക്കുമോ? നമുക്ക് ആലോചിക്കാൻ പറ്റുമോ? ഇല്ല എങ്കിൽ അതിനോടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ചിട്ടുള്ളത്. പലിശയുടെ ഏറ്റവും ചെറിയ അംശം അത്രയും ഗൗരവമുള്ളതാണ്. സഹോദരങ്ങളെ, പലിശയുമായി നമുക്ക് ബന്ധമുണ്ടാകാൻ പാടില്ല. വിട്ടുനിൽക്കണം. പ്രയാസങ്ങളുണ്ടാകാം, ബുദ്ധിമുട്ടുകളുണ്ടാകാം, ക്ഷമിക്കണം. അള്ളാഹുവിന്റെ സഹായമുണ്ടാകും. സാമ്പത്തികമായ ഇടപാടുകളിൽ പല പ്രതിസന്ധികളും നമുക്ക് വരാം, പലിശയുമായി പെടാതിരുന്നാൽ. എന്നാൽ അതുമായി ബന്ധപ്പെട്ടാലോ ഞാൻ പറയേണ്ടതില്ലല്ലോ, എന്നെക്കാളും പരിചയസമ്പന്നരായ ആളുകളുണ്ടാകും. ലോൺ എടുത്ത ആളുകൾ, താൽക്കാലികമായ ആശ്വാസത്തിന് വേണ്ടി എടുത്ത ആളുകൾ, പിന്നീട് അത് വീട്ടാൻ വേണ്ടി നടക്കുമ്പോ എന്തെല്ലാം പ്രയാസങ്ങൾ, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ. കടക്കാരായി വീടെടുക്കാൻ വേണ്ടി പലിശക്കെടുത്തത് പിന്നെ ആ വീട് തന്നെ ജപ്തി ചെയ്യുന്ന അവസ്ഥകൾ വരാറില്ലേ? സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ വഹി പ്രകാരമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതെല്ലാം നിരോധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടാൽ വലിയ ഇടങ്ങാറുകൾ നമുക്കുണ്ടാകും. അതുകൊണ്ടല്ലേ പല കുടുംബങ്ങളും ആത്മഹത്യ ചെയ്യുന്നത്, ആത്മഹത്യയുടെ മുനമ്പിൽ നിൽക്കുന്നത്. സഹോദരങ്ങളെ, ആ വിഷയത്തിൽ ഗൗരവം കാണിക്കണം. 4ാമതായി, സത്യവിശ്വാസികൾ എന്നത് പരസ്പരം സഹോദരങ്ങളാണ്. യാ അയ്യുഹന്നാസ് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ. വിശ്വാസികളെ, ജനങ്ങളെ, സത്യവിശ്വാസികൾ എന്നത് പരസ്പരം സഹോദരങ്ങളാണ്. തന്റെ സഹോദരന്റെ സംതൃപ്തിയില്ലാതെ അവന്റെ ധനം അത് കരസ്ഥമാക്കാൻ ഒരാൾക്കും പാടില്ല എന്നാണ്. വിശ്വാസികളുടെ ധനം, മുഅ്മിനീങ്ങളുടെ ധനം, അത് അവരുടെ സമ്മതമില്ലാതെ, അവരുടെ അനുവാദമില്ലാതെ എടുക്കാൻ പാടില്ല. ഇന്നത്തെ അവസ്ഥ എന്താണ്? സമ്പത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന, ഹലാലാണോ ഹറാമാണോ എന്ന് നോക്കാതെ, അതെനിക്ക് അനുവദനീയമാണോ എന്ന് പോലും ചിന്തിക്കാതെ, സമ്പത്ത് മാത്രം മുന്നിൽ കണ്ട് അതിനു വേണ്ടി എന്തും ചെയ്യുന്ന അവസ്ഥകൾ. കൊലപാതകങ്ങളെ ആ വിഷയത്തിൽ നടക്കാറില്ലേ? അതുകൊണ്ട് സഹോദരങ്ങളെ, യാ അയ്യുഹന്നാസ് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ. സഹോദരങ്ങളാണ് മുഅ്മിനീങ്ങൾ, പരസ്പരം സഹോദരങ്ങളാണ്. അവരുടെ സമ്പത്ത് അന്യായമായി കവർന്നെടുക്കാൻ പാടില്ല എന്നാണ്. 5ാമതായി, സ്ത്രീകളോട് മാന്യമായി നിങ്ങൾ പെരുമാറണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാൻ സാധിക്കും. പ്രവാചകൻ പറഞ്ഞു, ഹേ ജനങ്ങളെ, നിങ്ങൾ സ്ത്രീകളുടെ വിഷയത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. അവർ നിങ്ങളുടെ അടുക്കൽ ഒരു അമാനത്താണ്, നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്.
എന്നാൽ നിങ്ങളുടെ വിരിപ്പിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ പ്രവേശിപ്പിക്കാതിരിക്കുക എന്നത് അവർക്ക് നിങ്ങളോടുള്ള കടമയുമാണ്. സ്ത്രീകളെ, പ്രിയമുള്ള സഹോദരിമാരെ, നമ്മുടെ ഭർത്താക്കന്മാർ ജോലിക്ക് പോകുമ്പോൾ, നമ്മുടെ ഭർത്താക്കന്മാർ ഗൾഫിലും വിദേശത്തുമെല്ലാം ജോലിക്ക് പോകുമ്പോൾ നമ്മുടെ വിരിപ്പിലേക്ക് നമ്മൾ ഒരിക്കലും അന്യ പുരുഷന്മാരെ നമ്മൾ കൊണ്ടുവരരുത് എന്നതാണ്. ഇന്ന് പലപ്പോഴും അവിഹിത ബന്ധങ്ങളുടെ പേരിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് നടക്കുന്നത്. ഓൺലൈനിലൂടെ, വാട്സപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ, ഇങ്ങനെയുള്ള ഓൺലൈൻ സംവിധാനങ്ങളിലൂടെ ആളുകളുമായി ചാറ്റ് ചെയ്ത് പരിചയപ്പെട്ട് പിന്നീട് ദാമ്പത്യ ജീവിതം പോലും തകർന്നു പോകുന്ന രീതിയിലുള്ള അവസ്ഥകൾ നമ്മൾ കാണുന്നില്ലേ, വായിക്കുന്നില്ലേ, കേൾക്കുന്നില്ലേ? സഹോദരങ്ങളെ, അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ വിരിപ്പിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവർ നിങ്ങൾ ഒരിക്കലും പ്രവേശിപ്പിക്കാതിരിക്കുക എന്നത് സ്ത്രീകളോടുള്ള അവർക്ക്, ആ സ്ത്രീകൾക്ക് അവരുടെ ഭർത്താക്കന്മാരോടുള്ള കടമയാണ്. നിങ്ങൾ അവരോട് മാന്യമായി പെരുമാറണം. ഭർത്താക്കന്മാരെ സ്ത്രീകളോട് മാന്യമായി പെരുമാറണമെന്നാണ്. വാത്സല്യത്തോടുകൂടി, സ്നേഹത്തോടുകൂടി, കാരുണ്യത്തോടുകൂടി, അനുകമ്പയോടുകൂടി അവരോട് പെരുമാറണം. ഇന്നെന്താണ് നമ്മുടെ ഭാര്യ ഭർത്താക്കളുടെ ജീവിതത്തിലെ ഇന്നെന്താണ് നമ്മുടെ അവസ്ഥകൾ? ആദ്യമൊക്കെ നല്ല സ്നേഹമുണ്ടാകും, പിന്നീട് അങ്ങോട്ട് ദിവസങ്ങൾ കടന്നു പോകുന്നതിനനുസരിച്ച് അകൽച്ചയാൻ, വെറുപ്പാണ്, ദേഷ്യമാണ്. ഈ അവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത്. മരണം വരെ സ്നേഹത്തോടുകൂടി വർത്തിക്കാൻ സാധിക്കണം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സറിഞ്ഞ് ജീവിക്കാൻ സാധിക്കണം. ഏത് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നന്മയും നമ്മുടെ ജീവിതത്തിൽ നല്ലതും അതുപോലെ സന്തോഷഘട്ടങ്ങളുമെല്ലാം പരസ്പരം പങ്കുവെച്ചുകൊണ്ടായിരിക്കണം ജീവിക്കേണ്ടത്. ഒരു ഒളിമറയും ഉണ്ടാകരുത് എന്നാണ്. ഒളിമറകളാണ് ഇന്ന് ദാമ്പത്യ ജീവിതത്തെ തകർത്തുകൊണ്ടിരിക്കുന്നത്. രഹസ്യമായ ബന്ധങ്ങളും രഹസ്യമായ ജീവിതങ്ങളും. അതുകൊണ്ട് അവരോട് നമുക്ക് കടപ്പാടുകളുണ്ട്, അവരോട് നമുക്ക് കടമകളുണ്ട്. നിങ്ങൾ അവരോട് മാന്യമായി പെരുമാറണം. മാത്രമല്ല അവർക്ക് ആവശ്യമായ ഭക്ഷണവും വസ്ത്രവും എന്നിവ മാന്യമായി നിങ്ങൾ അവർക്ക് നിർവഹിച്ചു കൊടുക്കണം. നിങ്ങൾ വസ്ത്രം ധരിക്കുന്നുണ്ടോ, അവർക്കും നല്ല വസ്ത്രം ധരിച്ചു കൊടുക്കണം. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ടോ, അവർക്കും നല്ല ഭക്ഷണം കൊടുക്കണം. അവർക്ക് നല്ല പാർപ്പിടങ്ങൾ കൊടുക്കണം. ഇങ്ങനെയുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യ ഭർത്താക്കന്മാരോട് ഉള്ള കൽപ്പനകൾ പ്രവാചകന്റെ അവസാനത്തെ ഖുതുബയിലൂടെ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല പ്രിയമുള്ളവരെ, ഇന്നത്തെ വർത്തമാനകാലത്ത് സ്ത്രീകൾ നേരിടുന്ന കുറെ പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, ആ പ്രയാസങ്ങൾ അതെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുരുങ്ങിയ വാക്കുകളിലൂടെ നമ്മൾ ആ വരികളിലൂടെ വായിച്ചു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്ന് നമ്മൾ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, പീഡനങ്ങൾ ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങൾ ലംഘിക്കുമ്പോഴാണ് ഇത്തരം പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്നത്. വസ്ത്രധാരണ രംഗത്ത് മാന്യമായ വസ്ത്രം ധരിക്കണം എന്ന് ഇസ്ലാം കൽപ്പിച്ചു. മാന്യമല്ലാത്ത വസ്ത്രം ധരിച്ചു പോകുമ്പോൾ അവിടെ പീഡനങ്ങൾ ഉണ്ടാകുന്നു. പ്രിയമുള്ളവരെ, പെരുന്നാളാണ് വരുന്നത്. പുതുവസ്ത്രം എടുത്തവരും എടുക്കാൻ പോകുന്നവരും ഉണ്ടാകും. നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ വീടുകളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന നമ്മുടെ പെൺമക്കൾ, നമ്മുടെ ഭാര്യമാർ, അവർ അനിസ്ലാമികമായ വസ്ത്രം ധരിച്ചിട്ടാണോ പോകുന്നത് എന്ന് നമ്മൾ പരിശോധിക്കണം. ഇസ്ലാം നിരോധിച്ചതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ച കൂട്ടത്തിൽപ്പെട്ടതാണ്. ആൺവേഷം ധരിക്കുന്ന സ്ത്രീയെയും പെൺവേഷം ധരിക്കുന്ന പുരുഷരെയും അല്ലാഹു റസൂൽ ശപിച്ചിട്ടുണ്ട്. ഇന്നെന്താണ് അങ്ങാടികളിലേക്ക് ഇറങ്ങിയാൽ, ഷോപ്പുകളിലേക്ക് കയറി ചെന്നാൽ എല്ലാ സ്ഥലങ്ങളിലും തട്ടമിട്ട പെൺകുട്ടികൾ ജീൻസും ടീഷർട്ടും ധരിച്ച്. എന്തിനാണ് തട്ടം ധരിച്ചിട്ടുള്ളത്? അതുകൊണ്ട് ഒഴിവാക്കിക്കൂടെ? മുസ്ലിമാണ് എന്ന് ഞങ്ങൾ ഇസ്ലാമിന്റെ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ടവരാണ് എന്ന് പറയാമോ? സഹോദരങ്ങളെ, മുസ്ലിം ആകുമ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു,
അസ്ലിം, നീ പരിപൂർണമായും കീഴൊതുങ്ങണമെന്ന് പറഞ്ഞപ്പോ ഞാനിത് പൂർണ്ണമായും റബ്ബിൽ കീഴൊതുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ ആ പ്രഖ്യാപനം പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പേ ഇസ്ലാമാകുള്ളൂ. മുസ്ലിം ആകണമെങ്കിൽ ഇസ്ലാമിന്റെ ചട്ടക്കൂടിനുള്ളിൽ നിന്ന് ജീവിക്കണം. അതിന്റെ പുറത്തു പോയാൽ അവൻ പേരുകൊണ്ട് മുസ്ലിം ആവുകയില്ല. ചെറിയ കുട്ടികളെ വരെ പീഡിപ്പിക്കുന്ന വാർത്തകളാണ് ഇന്ന് സ്ക്രീനുകളിൽ, മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊലപാതകങ്ങൾ, അതിന്റെ പേരിൽ നടക്കുന്ന കൊലപാതകങ്ങൾ. ഇസ്ലാം സ്ത്രീകൾക്ക് നൽകുന്ന സ്ഥാനം എന്നത് അത് വലിയ സ്ഥാനമാണ്. ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അതിന്റെ ആ ഒരു മഹത്വം മനസ്സിലാക്കാൻ സാധിക്കും. പറഞ്ഞ ഒരു വിഭാഗം ആളുകൾ നാളെ എന്റെ ഉമ്മത്തിൽ അവസാന കാലത്തിൽ വരും, അവർ വസ്ത്രം ധരിച്ചിട്ടും ധരിക്കാത്തവരെ പോലെയാണ് എന്ന് പ്രവാചകൻ. മാത്രമല്ല, എന്നിട്ട് പ്രവാചകൻ അതിന്റെ അവസാനം പറഞ്ഞു, അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. നിർത്തിയില്ല. കിലോമീറ്റർ കണക്കെ ആഞ്ഞു വീശുന്ന ആ സ്വർഗത്തിന്റെ പരിമളം പോലും അത്തരം സ്ത്രീകൾക്ക് ലഭിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരന്മാരെ, നമ്മുടെ വീടുകളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന നമ്മുടെ മക്കൾ ആ പരിമളം കിട്ടാതെ നരകത്തിലേക്ക് പോകുന്നവരാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. ആറാമതായി ഇസ്ലാമിക പ്രബോധനമാണ്. പ്രസംഗത്തിന്റെ അവസാനത്തിൽ ആ ജനമഹാസമൂഹത്തെ, ആ ലക്ഷക്കണക്കിന് വരുന്ന സ്വഹാബികളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അഭിമുഖീകരിച്ചുകൊണ്ട് അവിടുന്ന് ചോദിച്ചു, നിങ്ങളോട് നാളെ റബ്ബിന്റെ കോടതിയിൽ, റബ്ബിന്റെ സന്നിധിയിൽ വെച്ച് എന്നെ കുറിച്ച് നിങ്ങളോട് ചോദിക്കപ്പെടും. ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ലേ എന്ന് പ്രവാചകൻ. ഞാൻ ഇസ്ലാമിനെ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ലേ, പൂർത്തീകരിച്ചു തന്നിട്ടില്ലേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന്റെ അറഫാ ഖുതുബയിൽ സ്വഹാബികളോട് ചോദിച്ചപ്പോ, ബലാ ബലാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇതാ നിങ്ങൾ എത്തിച്ചു തന്നിട്ടുണ്ട് എന്നാണ്. സഹോദരങ്ങളെ, പ്രിയമുള്ളവരെ, ആ ജനസമൂഹം ഒരേ സ്വരത്തിൽ അല്ലാഹുവിന്റെ റസൂലിന് മറുപടി നൽകുകയാണ്. അല്ലാഹുവിന്റെ റസൂലേ, അന്ന് ഞങ്ങൾക്ക് സന്ദേശം എത്തിച്ചു തന്നിട്ടുണ്ട് എന്നാണ് അവർ ഓരോരുത്തരും മറുപടി നൽകിയത്. ഇവിടെയാണ് പ്രിയമുള്ളവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഏൽപ്പിച്ച ഈ പ്രബോധനമെന്ന ഈ ദഅവത്ത് എന്ന ഈ ഒരു വാചക നിർവഹണം അത് നമ്മൾ പാലിക്കുന്നുണ്ടോ? എത്ര കണ്ട് നമ്മൾ ദഅവത്ത് നടത്തുന്നുണ്ട്? എത്ര ആളുകളാണ് ശിർക്കിന്റെ കോട്ടയിലേക്ക്, ബിദ്അത്തിന്റെ സുന്നത്തിനെ വിട്ട് ബിദ്അത്തിലേക്ക് പോകുന്നത്, ഹറാമിലേക്ക് പോകുന്നത്, ഈ ഇസ്ലാമിന്റെ പരിശുദ്ധമായ ഇസ്ലാമിനെ തെറ്റിപ്പോകുന്നത്, നിരീശ്വര നിർമ്മല പ്രസ്ഥാനങ്ങളിലേക്ക് ആകർഷണീയമായി പോകുന്നത്? അവരോടൊന്ന് ഇസ്ലാമിന്റെ സുന്ദരമായ സന്ദേശം പറഞ്ഞു കൊടുക്കാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അല്ലാഹു റസൂലിന്റെ അവസാനത്തെ ഖുതുബയിൽ പ്രവാചകൻ ചോദിച്ച ചോദ്യമാണ്. അത് എത്തിച്ചു കൊടുക്കാൻ ഒരായത്തെങ്കിലും എത്തിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുധാവനം ചെയ്ത് ജീവിക്കാൻ സാധിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിതം ക്രമപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ബലിപെരുന്നാളാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. നാളെയാണ് പെരുന്നാൾ. നമ്മുടെ പള്ളിയിൽ പെരുന്നാൾ നമസ്കാരം കൃത്യം 7:15 തന്നെ ആരംഭിക്കും. എല്ലാ ആളുകളും, കുട്ടികളും സ്ത്രീകളും, പള്ളിയിലേക്ക് വരാൻ സാധിക്കുന്ന മുഴുവൻ ആളുകളും പള്ളിയിലേക്ക് വരണം. തക്ബീർ മുഴക്കിക്കൊണ്ടായിരിക്കണം പള്ളിയിലേക്ക് വരേണ്ടത്. പെരുന്നാളിന്റെ സുന്നത്തുകൾ അത് മുഴുവനും മറക്കാതെ നമ്മൾ പ്രാവർത്തികമാക്കണം. ബലിയെറുക്കുന്ന ആളുകൾ
ആ ബലി അറുക്കുന്ന അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നാളെ പെരുന്നാള് പള്ളിയിലേക്ക് വരുമ്പോൾ ഭക്ഷണം കഴിക്കാതെ വരുന്നതാണ് സുന്നത്ത്. റമദാൻ കഴിഞ്ഞ് ഈദുൽ ഫിത്റിലേക്ക് വരുമ്പോൾ, ചെറിയ പെരുന്നാളിൽ വരുമ്പോൾ ഭക്ഷണം കഴിച്ചിട്ടും ബലി പെരുന്നാൾക്ക് വരുമ്പോൾ ഭക്ഷണം കഴിക്കാതെ വരുന്നതുമാണ് സുന്നത്ത്. സുന്നത്തായ കാര്യങ്ങളൊക്കെ നമ്മൾ പല ഖുതുബയിലൂടെയും പല പ്രാവശ്യം നമ്മൾ കേട്ടവരാണ്. വന്ന വഴിയിലൂടെ എല്ലാം തിരിച്ചു പോകേണ്ടത്, കുടുംബ ബന്ധം ഒക്കെ പുലർത്താനുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ആ കാര്യങ്ങൾ പ്രത്യേകം നമ്മുടെ ശ്രദ്ധയിലുണ്ടായിരിക്കണമെന്ന് സൂചിപ്പിക്കുകയാണ്. കൃത്യമായി കൃത്യസമയത്ത് തന്നെ ഈദ് മുസല്ലയിലേക്ക് വരാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുവേ, കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന അനേകം ആളുകളുണ്ട്. അവർക്ക് അവരുടെ കടബാധ്യതകളെല്ലാം നല്ല ഹലാലായ മാർഗത്തിലൂടെ കൊടുത്തു കൊണ്ടുള്ള മാർഗം കാണിച്ചു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ അവർക്ക് അവരുടെ രോഗം നീ ശിഫ നൽകണം റഹ്മാനെ. അല്ലാഹുവേ, അവരനുഭവിക്കുന്ന വേദനകൾക്ക് പ്രയാസങ്ങൾക്ക് ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ മായ്ച്ചു കൊടുക്കണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. മാരകമായ രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരിൽ നിന്ന് അല്ലാഹുവേ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണം റഹ്മാനെ. അപകട മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണം റഹ്മാനെ. അല്ലാഹുവേ, റാഹത്തായി മരിക്കുന്ന കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം റഹ്മാനെ. മരിക്കുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. അല്ലാഹുവേ,